നമ്മുടെ ചേട്ടനെല്ലാം അയ്യോ ഒന്നും പറയണ്ട. ഇത് കണ്ട ഇവിടുന്ന് എനിക്ക് ഡെങ്കി അടിച്ചായിരുന്നു. ഡെങ്കി അടിച്ചിട്ട് അപ്പൊ മോള് ഇത് കണ്ടിട്ട് അവള് പേടിച്ചു. അവള് പറഞ്ഞു നമുക്കെന്നാ വലിയ ആശുപത്രിയിൽ പോകാം. ഞാൻ പറഞ്ഞു വലിയ ആശുപത്രിയിൽ പോകണ്ട, ഗവൺമെന്റ് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു. അവള് സമ്മതിക്കത്തില്ല. ചുരുക്കം പറഞ്ഞ എന്നെ വലിയ ആശുപത്രിയിൽ കൊണ്ടുപോയി. 2 ദിവസം അവിടെ ഇട്ട്. 2 ദിവസം ഇട്ട് കഴിയുമ്പോൾ 3-ാമത്തെ ദിവസം നേരെ ICUവിൽ. എനിക്കെന്നാൽ ചെറിയ പനിയേ ഉള്ളൂ. സൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ ICU കൊണ്ടു. ICU 3 ദിവസം ICUവിലിട്ട് 2 ദിവസം അവിടെ കിടക്കും. 60,000 രൂപ. എന്റെ അടുത്താണ് 10 പൈസ. വാടക കൊടുക്കാൻ പൈസ ഇല്ലാത്ത. അല്ല ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകാനാ പറഞ്ഞത്. വീട്ടുകാര് പേടിച്ചിട്ടാണ് ഇവിടെ വലിയ ആശുപത്രി കൊണ്ടുപോയി. മക്കൾ സമ്മതിച്ചില്ല. 60,000 രൂപ. അത് കഴിഞ്ഞ് എന്തോ മാലിയും പണയൊക്കെ വെച്ചിട്ട് ഇറങ്ങി തിരുകെട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ അവക്കെട്ടും തോന്നി. പിന്നെ അതേ ആശുപത്രി അവിടെ ഇപ്പൊ ചെന്ന് 2 ദിവസം കിടക്കാൻ പറഞ്ഞു. 2 ദിവസം പിന്നെ 2 ദിവസം കിടക്കാൻ പറഞ്ഞു കിടന്നു. 3-ാമത്തെ ദിവസം അതിൽ നോക്കിയപ്പോൾ ഷുഗർ 400. ഷുഗറുണ്ട്, 400 ഷുഗറുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ICUയിലോട്ട് പോകാനാണ്. ഞാൻ പറഞ്ഞു എന്റെ പോലെ സാറേ 400 ഷുഗറിന് തന്നെ ICU. എനിക്ക് ICU പോയി മലന്ന് പറഞ്ഞാൽ മതി. ACയിലാണ്. എന്റെ കൂടെ ഇരിക്കുന്നവർക്ക് പറയും 10,000 കിട്ടും 20,000 കിട്ടും പറഞ്ഞാൽ അവരെ കൂടെ കൊണ്ടുപോകും. എന്റെ സാറെന്നെ ഡിസ്ചാർജ് ചെയ്യും. അപ്പോ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അയാളപ്പോ അവരെടുത്ത് പറഞ്ഞു ഇതെന്തോ അത് ഡിസ്ചാർജ് ചെയ്തു. അപ്പൊ അവരും പെണ്ണുമ്പിള്ളെ പറഞ്ഞാൽ പേടിപ്പിക്കും. എന്റെ ചേച്ചി ഇയാളെ കൊണ്ട് വേറെ ആശുപത്രി വീട്ടിൽ പോകുന്നത്. ഞാൻ പറഞ്ഞാൽ ശരി. ഞാൻ വെളിയിൽ വന്ന് ആയുർവേദ കടയിൽ നിന്ന് വ്യാഖ്യാതി വടവെന്ന് പറഞ്ഞ് കഫക്കെട്ട് മാറുന്നത്. അത് കഴിച്ച് എന്റെ കുഴപ്പമില്ല. എവിടുന്ന് എല്ലാം മാറിയത്. വെറുതെ നമ്മളെ കൊല്ലാനെ കൊണ്ടിട്ട് ഗവൺമെന്റ് ആശുപത്രി പോകാൻ മതി. നമ്മളെ പിണറായി സഹാവും നമ്മുടെ ഇപ്പൊ നമ്മുടെ പിണറായി സഹാവും നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ ഗവൺമെന്റ് ആശുപത്രിയിൽ വേണ്ട എല്ലാ മരുന്നുണ്ട്. ഞാനും പെണ്ണുമ്പിള്ളയും ഷുഗറിന്റെ ഫ്രീ ആയിട്ട് എല്ലാ മാസവും എടുത്തു. നല്ല മരുന്നും നല്ല ഡോക്ടർമാരും നല്ല ഡോക്ടർമാർ. അവര് പറയാം അവര് ചുമ്മാ ICUയിലും GPയിലും ഒന്നും കിടക്കും. കാശുള്ളവൻ പോയി പോട്ടെ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളൂ. ഒരിക്കലും ഈ വലിയ പ്രൈവറ്റ് ആശുപത്രി പോകരുത്. നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചെല്ലും. അവര് നമ്മളെ ചികിത്സിക്കും. നമ്മുടെ രോഗം ഭേദമായി. അവര് പറയും ഇന്നടത്തോട്ട് പോകാൻ. അങ്ങനെ പോകാവൂ. കാശുള്ളവൻ പോയി കിടക്കോട്ടെ. 5-star ഹോട്ടല്, 5-star ഹോസ്പിറ്റല് അവിടെ പോയി കിടന്നോട്ടെ. നമ്മുടെ അത്താഴപ്പള്ളിക്കാരനും പനി വരുന്ന ഈ ICUയിലോട്ട് പോകും. അല്ലെ ഇപ്പൊ ചാവുമെന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നവരെ പേടിപ്പിക്കും. അവരെടുത്ത് പറയും നീ 10,000 കിട്ടും 20,000 കിട്ടും. എവിടുന്ന നമ്മളെ കൊണ്ട് കിട്ടുന്നത്? ഞങ്ങൾ പോയിക്കോട്ടെ. ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഓക്കെ വളരെ നന്നാക്കാം. ശരിയെന്നാ. ഓക്കെ. അങ്ങനെ അനുഭവം പറ്റിയത്.